ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹണി. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ മാറാനും പുതിയ മുടി കിളുക്കാനും താരൻ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കുമായിട്ടാണ്. ഹെയർ പാക്കെന്നോ താളിയെന്നോ ഒക്കെ പറയാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. ആദ്യം ഞാൻ ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട്, ചെമ്പരത്തി ഇല, പനിക്കൂർക്കയുടെ ഇല, അതുപോലെ തന്നെ അടുത്തായിട്ട് വേണ്ടത് മുരിങ്ങയിലയാണ്. ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ താരനുള്ളവർക്ക് താരൻ മാറാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. കൂടാതെ കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പം മുരിങ്ങയിലയൊക്കെ എടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ. അങ്ങനൊന്നും വരില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പനിക്കൂർക്കയില എടുത്തിരിക്കുന്നത്. മുടിക്ക് നല്ല കറുപ്പ് തരാനൊക്കെ പനിക്കൂർക്കയില ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നരച്ച മുടി മാറാനൊക്കെ പനിക്കൂർക്കയില ഒത്തിരി നല്ലതാണ് കേട്ടോ. മുടിക്ക് നല്ല കറുപ്പ് കിട്ടുമേ. ഇനിയിപ്പം നമ്മൾ ഈ മുരിങ്ങയിലയൊക്കെ എടുക്കുമ്പോഴത്തേനും അതിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ട് ഇലകൾ മാത്രം എടുക്കുക കേട്ടോ. എന്ത് ഇല നിങ്ങൾ എടുത്താലും നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ചെമ്പരത്തി പൂക്കൾ എടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഇതൾ മാത്രം അടർത്തിയെടുക്കുക. അതിൻ്റെ പൂമ്പൊടിയുള്ള ഭാഗം അങ്ങ് മാറ്റിയേക്കണം. ചെമ്പരത്തി ഇലയും ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂക്കളും ഒക്കെ നിങ്ങളുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ പുതിയ മുടി വളരാനും മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ ഇതൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് അധികം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ടാണെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്കൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. തോർത്തൊക്കെ വെച്ച് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പം അരിച്ച് കിട്ടുമേ. ഇനിയിപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് നമ്മുടെ മുടിയിലും തലയോട്ടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഈ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം. അകാലനരയുള്ളവർക്ക് മുടി നരയ്ക്കുന്നത് തടയാനും നരച്ച മുടി കറുക്കാനുമൊക്കെ ഈ പനിക്കൂർക്കയില ഒത്തിരി സഹായിക്കും കേട്ടോ. ഇതേ രീതിയിൽ നിങ്ങൾക്ക് എണ്ണ കാച്ചി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ മുടിയിലും തലയോട്ടിയിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മസാജ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ധാരാളം ഒഴിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നിങ്ങൾ ഇതുപോലത്തെയുള്ള ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം തലയോട്ടിയിലും അത് കഴിഞ്ഞിട്ട് മുടിയുടെ തുമ്പ് വരെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുക. നല്ല റിസൾട്ടായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ടേ. ബൈ.